ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് ആണ്. വെറും 2 വാക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്നാൽ അത് ഡെയിലി ലൈഫിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സുകളുമാണ്. അപ്പോൾ അത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ടൈം എന്നുള്ളതും അതുപോലെ തന്നെ ടേക്ക് അവേ എന്നുള്ളത്. ടേക്ക് അവേ അല്ലേ? ഈ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് എവേ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ ടേക്ക് അവേ എന്നുള്ളത് വേർഡിലും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് സം ടൈംസും സം ടൈം എന്നുള്ളതും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒരുപാട് പേര് ഇതേക്കുറിച്ചിട്ട് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതേക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ. ഡെയിലി ലൈഫിലും നമ്മൾ ഈ ഒരു വേർഡ്സുകൾ യൂസ് ചെയ്ത് ഒരുപാട് സെന്റൻസ് പറയാറുണ്ട്. അപ്പോൾ ഈ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് അവേ ഒറ്റ വേർഡാക്കി നമ്മൾ പറയുമ്പം അതെവിടെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇപ്പം നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ പാഴ്സലായിട്ട് ഭക്ഷണം പാക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രധാന പഠിപ്പുകൾ, ഈ ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമ്മൾ ടേക്ക് അവേ എന്ന് യൂസ് ചെയ്ത ഒറ്റ വേർഡ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ടേക്ക് അവേ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ടേക്ക് അവേ ഈ സെപ്പറേറ്റ് വേർഡാക്കി യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനം എടുത്തു മാറ്റുക എന്ന് പറയുന്നുണ്ടല്ലോ, എടുത്തു മാറ്റുക. ഇവിടെയാണ് നമ്മൾ ടേക്ക് അവേ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സെന്റൻസുകൾ നോക്കാം. ഫസ്റ്റ് നമുക്ക് ടേക്ക് അവേ. ഈ ടേക്ക് അവേ എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു ടേബിളിൽ ഒരു പാത്രം, ഈ പാത്രം ഒന്ന് എടുത്തു മാറ്റൂ എന്ന് പറയണം. ഈ പാത്രം എടുത്തു മാറ്റൂ. ടേബിളിൽ നിന്നാകാം, അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞ ആ ഒരു സ്ഥലത്ത് നിന്നാകാം. അപ്പോൾ ഈ പാത്രം എടുത്തു മാറ്റൂ. ഇവിടെ എടുത്തു മാറ്റൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടേക്ക് അവേ യൂസ് ചെയ്തിട്ടാണ് പറയേണ്ടത്. അപ്പൊ എങ്ങനെ പറയാം? ടേക്ക് അവേ ദിസ് പ്ലേറ്റ്. ടേക്ക് അവേ ദിസ് പ്ലേറ്റ്. ഈ പാത്രം എടുത്തു മാറ്റൂ അല്ലെ? എടുത്തു മാറ്റൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടേക്ക് അവേ യൂസ് ചെയ്യുന്നത്. ഇപ്പം ടേക്ക് അവേ ദിസ് പ്ലേറ്റ്. ഓക്കെ, ഇനിയിപ്പോ അതൊന്ന് നമുക്ക് പൊളൈറ്റ് അല്ലെങ്കിൽ ഒരു താഴ്മയോടെ ദയവായി ഈ പാത്രം ഒന്ന് എടുത്ത് മാറ്റൂ, പ്ലീസ് ടേക്ക് അവേ ദിസ് പ്ലേറ്റ് എന്ന് പറയാട്ടോ. എപ്പോഴും നമ്മൾ പ്ലീസ് ഇംഗ്ലീഷിൽ ആഡ് ചെയ്യുന്നത് നന്നായിരിക്കും. നമ്മൾ ഒരാളോട് പറയുകയാണ് എന്റെ ഫോൺ എടുത്ത് മാറ്റരുത്. നമ്മുടെ ഫോൺ നല്ല സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ ഫോൺ അവിടുന്ന് എടുത്ത് മാറ്റരുത് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ? എന്തെങ്കിലും ഒരു വസ്തു എടുത്ത് മാറ്റരുത്, അരുതെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഡോണ്ട് ആണ്. ഡോണ്ട് ടേക്ക് അവേ മൈ ഫോൺ. ഡോണ്ട് ടേക്ക് അവേ മൈ ഫോൺ. എന്റെ ഫോൺ എടുത്ത് മാറ്റരുത്. ഓക്കെ, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സെന്റൻസ് ഇങ്ങനെ പറയാണ്, നേഴ്സ് ഫയൽ എടുത്ത് മാറ്റി. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. നേഴ്സ് ഫയൽ എടുത്ത് മാറ്റി കഴിഞ്ഞൊരു കാര്യമാണ്. എങ്ങനെ പറയാം? ദ നേഴ്സ് ടുക്ക് അവേ ദ ഫയൽ. ദ നേഴ്സ് ടേക്കിന്റെ പാസ്റ്റ് എന്ത് വരും? ടുക്ക് വരും. അത് നമ്മൾ ശ്രദ്ധിക്കുക. ദ നേഴ്സ് ടുക്ക് അവേ ദ ഫയൽ. ഓക്കെ, നെക്സ്റ്റ്, ഈ ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുപോകാമോ അല്ലെ? അതായത് എടുത്ത് കൊണ്ടുപോകാമോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെയും നമുക്ക് ഈ ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുപോകാമോ, അപ്പൊ അത് എടുത്ത് മാറ്റുക എന്നുള്ള ആ ഒരു രീതിയാണല്ലോ. അവിടെ നമുക്ക് ഈ ഒരു ടേക്ക് അവേ തന്നെ യൂസ് ചെയ്യാം. അപ്പൊ എങ്ങനെ പറയാം? Can I take away this food? Can I take away this food? ഈ ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുപോകാമോ? ഓക്കെ, അവർ കസേര എടുത്ത് മാറ്റി പറയാറുണ്ടല്ലോ അല്ലെ? അവർ കസേര എടുത്ത് മാറ്റി നമ്മൾ പറയാറുണ്ട്. അപ്പൊ എങ്ങനെ പറയും? എടുത്തു മാറ്റി അവരാണ്. They took away the chair. They took away the chair. അവർ കസേര എടുത്ത് മാറ്റി. ഇനി അവൾ പ്ലേറ്റ് എടുത്ത് മാറ്റി എങ്ങനെ പറയാ? ഇതും കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവൾ പ്ലേറ്റ് എടുത്ത് മാറ്റി. ഈ ഒരു ടേക്ക് അവേന്റെ പാസ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് നോക്കൂ കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഒറ്റ വേർഡില് ടേക്ക് അവേ യൂസ് ചെയ്ത് സെന്റൻസ് പറയാം. അത് ഭക്ഷണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്പം എന്തെങ്കിലും ഒരു പഠിപ്പിന്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടേക്ക് അവേ ഒറ്റ വേർഡിൽ ടേക്ക് അവേ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഭക്ഷണം വേണം. നമ്മളൊരു ഹോട്ടലിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് പാർസൽ വേണം പറയുമല്ലോ, അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എനിക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഭക്ഷണം വേണം. എനിക്ക് വേണം. ഐ വോണ്ട് ഫുഡ് ഫോർ ടേക്ക് അവേ. ഐ വോണ്ട് ഫുഡ് ഫോർ ടേക്ക് അവേ. എനിക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഭക്ഷണം വേണം. ഓക്കെ, ഈ റെസ്റ്റോറൻറ്റിൽ
പാക്ക് ഭക്ഷണം ലഭ്യമാണ് അല്ലെങ്കിൽ കിട്ടും എന്നുള്ളതാണ്. അപ്പം ഈ റെസ്റ്റോറൻറ്റിൽ പാർസൽ ഉണ്ടാകും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഈ റെസ്റ്റോറൻറ്റിൽ പാക്ക് ഭക്ഷണം ലഭ്യമാണ്. എങ്ങനെ പറയാം? ദിസ് റെസ്റ്റോറൻറ്റ് ഡസ് ടേക്ക് അവേ. ദിസ് റെസ്റ്റോറൻറ്റ് ഡസ് ടേക്ക് അവേ. ഓക്കെ, ഞങ്ങൾ ബിരിയാണി പാക്കായി ഓർഡർ ചെയ്തു. ഞങ്ങൾ ബിരിയാണി പാക്കായി ഓർഡർ ചെയ്തു. എങ്ങനെ പറയാം? വി ഓർഡേഡ് ബിരിയാണി ആസ് ടേക്ക് അവേ. അല്ലേ? വി ഓർഡേഡ് ബിരിയാണി ആസ് ടേക്ക് അവേ. ഞങ്ങൾ ബിരിയാണി പാക്കായി ഓർഡർ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞല്ലോ ഒരു പഠിപ്പിന്റെ കാര്യമാണെങ്കിലും നമ്മൾ ടേക്ക് അവേ യൂസ് ചെയ്ത് പറയും. ഇപ്പം ഇങ്ങനെ പറയാറുണ്ടല്ലോ, നമ്മൾ ചില ക്ലാസ്സുകൾ നല്ല പഠിക്കണം, ചില ടീച്ചേഴ്സുകൾ നന്നായി പഠിപ്പിക്കും, അല്ലെ, ചില ടീച്ചേഴ്സുകൾ നന്നായി ശ്രദ്ധിക്കും. ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്ത് പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ആ ക്ലാസ്സിൽ നല്ലൊരു പഠിപ്പുണ്ടായിരുന്നു, അല്ലേ? ഇപ്പൊ നമ്മളെ കുട്ടികളാണെങ്കിൽ തന്നെ ചില ക്ലാസ് പോയാൽ തന്നെ അവർക്കുള്ള പഠിപ്പ് ഇല്ലാണ്ടാകും എന്നതുപോലെ നമ്മൾ പറയണം ആ ക്ലാസ്സിൽ നല്ല പഠിപ്പുണ്ടായിരുന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. ഇവിടെയും നമുക്ക് ടേക്ക് അവേ യൂസ് ചെയ്ത് പറയാം. ദാറ്റ് ക്ലാസ് ഹാഡ് എ ഗുഡ് ടേക്ക് അവേ. ദാറ്റ് ക്ലാസ് ഹാഡ് എ ഗുഡ് ടേക്ക് അവേ. ആ ക്ലാസ്സിന് നല്ല പഠിപ്പുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്, ഒരു പ്രധാന കാര്യത്തെ കുറിച്ച് പറയാണ്. ഫോർ എക്സാമ്പിൾ, മീറ്റിംഗിന്റെ പ്രധാന കാര്യം ടീം വർക്കാണ്. മീറ്റിംഗിന്റെ പ്രധാന കാര്യം എന്താണ്? ടീം വർക്ക് ആണ് എന്ന് നമുക്ക് പറയണം. മീറ്റിംഗ്സ് ടേക്ക് അവേ ഈസ് ടീം വർക്ക്. മീറ്റിംഗ്സ് ടേക്ക് അവേ ഈസ് ടീം വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീറ്റിംഗിന്റെ പ്രധാന കാര്യം എന്താണ്? ടീം വർക്ക് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേക്ക് അവേ എന്ന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇനി ഇത് യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. എന്റെ പ്രധാന പഠിപ്പ് ക്ഷമയാണ്. എൻ്റെ പ്രധാന പഠിപ്പ് ക്ഷമയാണ്. ഇത് നമ്മൾ ഒറ്റ വാക്ക് ടേക്ക് അവേ യൂസ് ചെയ്തിട്ടാണ് പറയേണ്ടത്. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എൻ്റെ പ്രധാന പഠിപ്പ് ക്ഷമയാണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സെപ്പറേറ്റ് ടേക്ക് അവേ ആണ്. ഇതും നമ്മൾ ഈ ഒരു സിറ്റുവേഷനിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് സം ടൈം. സം ടൈം, അല്ലെ? സം ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം, ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സം ടൈം എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ സം ടൈംസ് എന്നുള്ള ഒറ്റ വാക്ക് യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ, വല്ലപ്പോഴും എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരുപാട് സെന്റൻസുകളിൽ കാണാറുള്ളതാണ് ഇതൊക്കെ. ഇത് ഈ സം ടൈം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു നൗണായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു സമയം ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. മറ്റ് സംടൈംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെന്റൻസ് കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാറുണ്ട് എനിക്ക് കുറച്ച് സമയം തരൂ എന്ന് പറയാറുണ്ട്, അല്ലെ? കുറച്ച് സമയം തരൂ, ഗിവ് മീ സം ടൈം, ഗിവ് മീ സം ടൈം. ഇനി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ചിന്തിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം, അല്ലെ? ആലോചിക്കാൻ എനിക്ക് കുറച്ച് സമയം വേണം. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, എങ്ങനെയാ പറയാ? എനിക്ക് കുറച്ച് സമയം വേണം, അതിന്റെ ആവശ്യമാണ്. വോണ്ട് അല്ലെങ്കിൽ ഐ നീഡ്, ആവശ്യമാണെങ്കിൽ ഐ നീഡ് സം ടൈം, ഐ നീഡ് സം ടൈം ടു തിങ്ക്, ഐ നീഡ് സം ടൈം ടു തിങ്ക്. എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം, അല്ലെ? നമുക്ക് പറയാറുള്ളതാണ്. നെക്സ്റ്റ്, നമ്മളൊരു കാലം, ഇപ്പം ഞങ്ങൾ കുറച്ചു കാലം മുമ്പ് കണ്ടു, അല്ലെ? ഞങ്ങൾ കുറച്ച് കാലം മുമ്പ് കണ്ടു എന്ന് പറയാറുണ്ടല്ലേ, കുറച്ച് കാലം. ഇവിടെയും നമ്മൾ സം ടൈം എന്ന് യൂസ് ചെയ്യാറുണ്ട്. വി മെറ്റ് സം ടൈം എഗോ, വി മെറ്റ് സം ടൈം എഗോ. ഞങ്ങൾ കുറച്ച് കാലം മുമ്പ് കണ്ടു. ഓക്കെ, നമ്മളൊരു ഓട്ടോക്കാരോട് അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ടിനോട്, നമ്മളൊരു റിലേറ്റീവിനോട് ആരോടെങ്കിലും നമ്മൾ പറയാറുണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ എന്ന് പറയാറുണ്ടല്ലോ. കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ, വെയിറ്റ് ഫോർ സം ടൈം, അല്ലെ? വെയിറ്റ് ഫോർ സം ടൈം, കുറച്ച് സമയം വെയിറ്റ് ചെയ്യൂ. ഇതിനൊക്കെ നമ്മൾ സം ടൈം എന്നാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അതിന് കുറച്ച് സമയം എടുക്കും എന്ന് പറയാറുണ്ടല്ലോ, അതിന് കുറച്ച് സമയം എടുക്കും. എങ്ങനെയാ പറയാ? ഇറ്റ് വിൽ ടേക്ക് സം ടൈം, ഇറ്റ് വിൽ ടേക്ക് സം ടൈം. എന്നാല് നീ കുറച്ച് സമയം അവിടെ നിൽക്കൂ എന്നെങ്ങനെ പറയാ? നീ കുറച്ച് സമയം അവിടെ നിൽക്കൂ എന്ന് പറയാറുണ്ടല്ലോ. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങളൊന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എത്രണ്ണായി? 2 ഓൾറെഡി തന്നു, 3ാമത്തെയാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സം ടൈംസ്, ചിലപ്പോൾ അല്ലെങ്കിൽ വല്ലപ്പോഴും. ഫോർ എക്സാമ്പിൾ, എനിക്ക് ചിലപ്പോൾ ക്ഷീണം തോന്നും, അല്ലെ? ഏതെങ്കിലും ഒരു ടൈമിൽ ചിലപ്പോൾ എനിക്ക് ക്ഷീണം തോന്നും, അങ്ങനൊരു തോന്നൽ. എങ്ങനെ പറയാ? ഐ സംടൈംസ് ഫീൽ ടയേർഡ്, ഐ സംടൈംസ്, അല്ലെ? സംടൈംസ് എന്ന് പറയുന്നുണ്ട്.
ഐ സംടൈംസ് ഫീൽ ടയേർഡ്. ഓക്കെ, നെക്സ്റ്റ്, അവൾ ചിലപ്പോൾ എന്നെ വിളിക്കും. എപ്പോഴൊന്നുമില്ല, അവൾ ചിലപ്പോൾ എന്നെ വിളിക്കും. ഷീ സംടൈംസ് കോൾ മീ. ഷീ സംടൈംസ് കോൾ മീ. അവൾ ചിലപ്പോൾ എന്നെ വിളിക്കും. ഓക്കെ, നെക്സ്റ്റ്, ഞങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. ഞങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ആ ഒരു ശീലേ നമുക്കുള്ളൂ. മിക്കവാറും നമ്മളിവിടെ ശീലങ്ങൾ പറയുന്ന സമയത്താട്ടോ ഈ സംടൈംസും അതുപോലെ ഒക്കേഷണലി അങ്ങനെയുള്ള കീവേഡ്സ് ഒക്കെ നമ്മൾ ശീലങ്ങൾ പറയാനാണ് അധികവും യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഞങ്ങൾ ചിലപ്പോഴൊക്കെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. വി സംടൈംസ് ഈറ്റ് ഔട്ട്സൈഡ്. വി സംടൈംസ് ഈറ്റ് ഔട്ട്സൈഡ്. ഞങ്ങൾ ചിലപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. ഓക്കെ, അവൻ ചിലപ്പോൾ വൈകി വരും. അതായത് അവൻ ചിലപ്പോൾ വൈകി വരാറുണ്ട് എന്നുള്ളതാണ്. ഇത് അവൻ്റെ ഒരു ശീലമാണ് നമ്മൾ പറയുന്നത്. ഹി സംടൈംസ് കംസ് ലേറ്റ്. ഹി സംടൈംസ് കംസ് ലേറ്റ്. അവൻ ചിലപ്പോൾ വൈകി വരും അല്ലെങ്കിൽ വരാറുണ്ട്. ഇവിടെ വരും എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന കാര്യം എന്നല്ല, ചിലപ്പോൾ അവൻ വൈകി വരാറുണ്ട് എന്നുള്ള ആ ഒരു ശീലമാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ഇങ്ങനെയാണ് നമ്മൾ സംടൈംസ് യൂസ് ചെയ്യേണ്ടത്. ഇനി സംടൈംസ് ഇപ്പം നമ്മൾ ഇങ്ങനെ പറയാണ്, ഇവിടെ ചിലപ്പോൾ മഴ പെയ്യാറുണ്ട്. ഇവിടെ ചിലപ്പോൾ മഴ പെയ്യാറുണ്ട്. എപ്പോഴൊന്നും ഇവിടെ മഴ പെയ്യാറില്ല, ചിലപ്പോൾ മഴ പെയ്യാറുണ്ട്. എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ തന്നത് 4 ക്വസ്റ്റ്യൻ ആണ്. ടേക്ക് എവേ, ടേക്ക് എവേ, സംടൈം, സംടൈം, സംടൈംസ്, സംടൈം. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇന്ന് തന്നിട്ടുള്ളത്. 4 സെന്റൻസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആണ്. അതല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന സെന്റൻസുകളും നിങ്ങളൊന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എങ്കിലേ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ഫോണിലേക്ക് 6 മണിക്ക് ശേഷം വരുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.